നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ രേവതിക്ക് ഭയങ്കര സങ്കടമായി. സച്ചി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചിയെ പരമാവധി പറഞ്ഞൊന്നും മനസ്സിലാക്കാനായിട്ട് രേവതി ശ്രമിച്ചു, അരുണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പക്ഷെ സച്ചി അടുത്തില്ല. രേവതി സങ്കടത്തോട് കൂടിയിട്ട് വീടിനകത്തേക്ക് കയറി വരുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിച്ചു. ഒന്നുമില്ല അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം കിടക്കാൻ ഇറങ്ങുന്ന സമയത്താണ് സച്ചി രേവതിയോട് ആ കാര്യം പറയണേ. അതെ, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നാളെ അമ്മയുടെ ബർത്ത്ഡേ ആന്ന് പറഞ്ഞു. ബർത്ത്ഡേയോ? അതെ, നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. നമുക്ക് രാവിലെ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞു. രേവതിക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഇത്ര സമയം മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നാളെ അമ്മയുടെ പിറന്നാളാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം രേവതിക്ക് സന്തോഷം. രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകാം എന്നവര് തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് ദേവുവിന് വലിയ സങ്കടം തന്നെയായിരുന്നു. കാരണം സച്ചിയേനോട് സംസാരിച്ചാലും സച്ചിയേണ്ണ അടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പം സച്ചിയേടെ സമ്മതിക്കാതെ തന്റെ വിവാഹത്തിന് അമ്മ സമ്മതിക്കില്ല. അങ്ങനെ വിഷമിച്ചാണ് ദേവു കിടക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ എങ്ങോട്ട് വന്നു. ലക്ഷ്മിയമ്മ വന്നിട്ട് ദേവുവിനോട് പറഞ്ഞു, മോളെ നിന്നോടോ അല്ലെങ്കിൽ ആരിനോടോ ഉള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല അങ്ങനെ പറഞ്ഞേ. കാരണം സച്ചി ഒരു തീരുമാനം എടുത്തത് തന്നെ നിനക്കറിയാലോ. അവൻ വെറുതെ അങ്ങനെയൊന്നും പറയത്തില്ല. ആ അരുൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എത്ര വട്ടമാ ഒരു കാരണമില്ലാതെ അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചേ. അപ്പൊ പിന്നെ അവൻ നല്ലവനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുവോ? നീ അതൊന്ന് ചിന്തിച്ചു വെക്ക്. അതല്ലമ്മേ അരുണേട്ടൻ, വേണ്ട, നീ ഒന്നും പറയണ്ട. സച്ചി പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തീരുമാനം, ഇനി അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. സച്ചിയുടെ തീരുമാനം തന്നെ എനിക്കും. നീ അവനെ അങ്ങ് മനസ്സിൽ നിന്ന് മറന്നു കളഞ്ഞാരെ. സച്ചി നിനക്ക് വേണ്ടി നല്ലൊരു ആലോചന കൊണ്ടുവരും. രേവതി മോളെ പൊന്നുപോലെ അവൻ നോക്കുന്നില്ലേ? സച്ചിയുടെ സ്വഭാവം നിനക്കും അറിയാവുന്നതല്ലേ? അപ്പോഴേക്കും ദേവ് പറഞ്ഞു, അമ്മേ ഞാൻ അരുണേട്ടൻ്റെ അമ്മയ്ക്കൊക്കെ വാക്ക് കൊടുത്ത. അത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് ദേഷ്യമായി. ലക്ഷ്മി അമ്മ പറഞ്ഞു, അല്ല, ഈ സ്നേഹിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തോന്നത്തുള്ളൂ. സ്നേഹിക്കുന്ന പുരുഷൻ നല്ലവനാന്നും അവന്റെ കുടുംബക്കാർ നല്ലവരാന്നും അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോഴാ അവരുടെ തനി സ്വരൂപം പുറത്തു വരത്തുള്ളൂ. ശരിക്കും പറഞ്ഞാല് നിന്നെ ഓരോന്നൊക്കെ പറഞ്ഞു മയക്കി വെച്ചിരിക്കുക അവനും അവന്റെ വീട്ടുകാരും. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണേ. സത്യത്തിൽ അതൊന്നും അല്ല. സച്ചി അവന്റെ സ്വഭാവം ശരിക്കും തിരിച്ചറിഞ്ഞല്ലേ? അതൊക്കെ പറഞ്ഞ് ദേവുവിനൊരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ദേവുവിന് ഭയങ്കര വിഷമമായി. ലക്ഷ്മി അമ്മ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ദേവുവിന് മനസ്സിലായി തന്റെ അരുണേട്ടനെ വിവാഹം നടക്കാൻ പോകുന്നില്ല. അതിന് സച്ചിയുടെ സമ്മതിക്കുക തന്നെ വേണം. അത് ഈ ജന്മത്തിൽ ഇനി ഉണ്ടാവും തോന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും അരുണേട്ടനെ വഞ്ചിക്കുക ചെയ്യുന്നൊരു തോന്നല് മനസ്സിലുണ്ടാവുന്നുണ്ട്. പാവം ഒത്തിരി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, അല്ലെങ്കിലും തന്റെ ജീവിതത്തിൽ വേറൊരു പുരുഷനുണ്ടാകാൻ പോകുന്നില്ല. താൻ ഒരാളെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ, അത് അരുണേട്ടനാ. അരുണേട്ടൻ അല്ലെങ്കിൽ തനിക്ക് വേറൊരു വിവാഹം പോലും വേണ്ട എന്നൊരു തീരുമാനം ദേവു എടുക്കുകയാണ്. എത്ര നാള് വേണേലും അരുണേട്ടന് വേണേൽ താൻ കാത്തിരിക്കും. പക്ഷെ വേറൊരു ചെറുപ്പക്കാരന്റെ മുന്നിൽ തല കുനിച്ചു കൊടുക്കാൻ താൻ ഒരുക്കുമല്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ രേവതി സച്ചിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി എഴുന്നേറ്റപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര വിഷമായി. തന്റെ പിറന്നാളാണെന്ന് ആരും തന്നെ ഒന്ന് വിഷ് ചെയ്തിട്ട് പോലുമില്ല. രവിയേട്ടൻ പോലും മറന്ന മട്ട. നല്ല ഇതൊക്കെ ഓർത്തിരിക്കാൻ ഇപ്പൊ ആർക്കാ സമയം? തന്നെ കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല. അങ്ങനെ അടുക്കളയിലേക്ക് വന്നപ്പോ രേവതിയെ കണ്ടില്ല. എന്നും രാവിലെ ഒരു ഗ്ലാസ് ചായ കിട്ടുന്നായിരുന്നു. രേവതി എന്നും പറിച്ച് അലറ വിളിക്കുമ്പോഴത്തേനും രവീന്ദ്രൻ വന്നിട്ട് എന്താ ചന്ദ്രേ, നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചു. അല്ല, അവളെന്തിയാ? രേവതി അവള് ക്ഷേത്രത്തിൽ പോയി. രാവിലെ എന്നുള്ള ഗ്ലാസ് ചായ എടുത്ത് കിട്ടുന്നായിരുന്നു. ഇന്ന് അതുമില്ല. ഇനി ഇപ്പൊ ക്ഷേത്രത്തിലൊക്കെ ഒരുങ്ങി കെട്ടി പോയിട്ട് എപ്പോ വന്ന് ചായ ഉണ്ടാക്കാനാ? അല്ല, നീ അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിനക്കൊരു ചായ വെച്ച് കുടിച്ചുകൂടെ? പിന്നെ ഞാൻ ചായ വെക്കണോ അല്ലേ? ഒരു കാര്യം ചെയ്യ, നീ എനിക്കൂടെ ഒരു ഗ്ലാസ് വെച്ചതാ. അപ്പോഴേക്ക് സുധി എഴുന്നേറ്റ് വന്നു. അമ്മേ, ചായ ആയില്ലേന്ന് ചോദിച്ചു. ചായ ആകും. ഒരു കാര്യം ചെയ്യ, നീ അടുക്കളയിലേക്ക് കയറി അങ്ങോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. അതെങ്ങനെയാ? ഇവിടുത്തെ കൊച്ചമ്മ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോയേക്കുള്ളോ? അതും പറഞ്ഞു കുറ്റപ്പെടുത്തുവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, എന്റെ ചന്ദ്രേ, അവള് ക്ഷേത്രത്തിൽ പോയതല്ലേ, അതിൽ നീ ഇതിന് മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഒരു ദിവസം വെച്ച് ചായ വെച്ച് കുടിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കില്ല. ചന്ദ്രമതിക്ക് ദേഷ്യം, തന്റെ പിറന്നാളും ആരും ഓർത്തില്ലോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു ദേഷ്യം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രേവതി സച്ചിയും കൂടെ വരുവാണ്. രേവതി സച്ചിയും കൂടെ വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതി ചോദിച്ചു, എടി നിനക്കിവിടെ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാ പോരായിരുന്നോ? രാവിലെ എന്ത് കാണിക്കാനാ നീ പോയെന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെട്ടു. സച്ചി പറഞ്ഞു, ഒരു നല്ല കാര്യത്തിന് പോയതല്ലേ? നല്ല കാര്യത്തിനോ? അതെ, ഇന്നേ വീട്ടിലുള്ള ഒരാളുടെ പിറന്നാളല്ലേ, അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ ഞാനും രേവതിയും കൂടെ പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ചന്ദ്രമതി ഇങ്ങനെ ചോദിച്ചു, പിറന്നാളോ? അതെന്താമ്മേ, അമ്മയുടെ പിറന്നാളാന്നുള്ള കാര്യം അമ്മ മറന്നുപോയോ?
അതുകൊണ്ടാണ് ഞാനും രേവതിയും കൂടെ രാവിലെ ക്ഷേത്രത്തിൽ പോയത്. അമ്മയുടെ പേരിൽ അർച്ചനകളൊക്കെ കഴിപ്പിച്ചെന്ന് പറഞ്ഞു. ചന്ദ്രമതി അന്തം വിട്ടുപോയി. ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എല്ലാരും മറന്നിരുന്ന് വിചാരിച്ച. പക്ഷെ സച്ചി അത് ഓർത്തിരുന്നു. പെട്ടെന്ന് സച്ചി കൊണ്ടുവന്ന് ചന്ദ്രമതി നെറ്റിയിലേക്ക് പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുകയാണ്. ക്ഷേത്രത്തിൽ നിന്ന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കഴിപ്പിച്ച അർച്ചനയുടെ പ്രസാദമാണെന്ന് പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതിയുടെ പേരിൽ കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അയ്യോ ഞാൻ പോലും ആ കാര്യം മറന്നുപോയി, നീ ഓർത്തിരുന്നല്ലോടാ സച്ചി എന്ന് പറഞ്ഞു. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, ഇപ്പം എനിക്ക് സന്തോഷവും സമാധാനമായി. ഞാൻ കരുതിയത് എൻ്റെ പിറന്നാളാന്ന് നിങ്ങളൊക്കെ മറന്നു പോകുന്ന. നിങ്ങളെങ്കിലും എൻ്റെ പിറന്നാളിനെ കുറിച്ച് ഓർത്തല്ലോ. ശ്രുതി പറഞ്ഞു, ഓ അമ്മയുടെ പിറന്നാൾ ഇന്നായിരുന്നോ? അമ്മ എന്താ എന്നിട്ട് പറയായിരുന്നെന്ന് ചോദിച്ചു. എടാ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ അറിയാനായിട്ട്? നീ പോലൊന്നും ഓർത്ത് വെച്ചില്ലല്ലോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അല്ല അമ്മയുടെ മാനസപുത്രനായിരുന്നല്ലോ, എന്നിട്ട് എന്ത് പറ്റിയുടെ ശ്രുതിന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്കിപ്പോൾ 100 കൂട്ടം ടെൻഷനാ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ ഓർത്തിരിക്കുവാണോ എന്നൊക്കെ ശ്രുതി ഒരു ഒഴുക്കം മട്ടി പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ആരൊക്കെ മറന്നാലും അമ്മയുടെ പിറന്നാളും ഞാൻ മറക്കുവോ? അപ്പോഴേക്കും ചന്ദ്രമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എന്നാലും നിങ്ങൾ ഓർത്തു വെച്ച എനിക്ക് വേണ്ടിയിട്ട് പോയി വഴിപാടുകളൊക്കെ നടത്തിയല്ലോ, എനിക്കിപ്പോൾ സന്തോഷമായി മക്കളെ എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും ചന്ദ്രമതി അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കുമാണ് ശ്രീകാന്തും വർഷയും കൂടെ വരുന്നത്. അങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട്. വർഷ പറഞ്ഞു, സച്ചേണ്ട സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. സച്ചേണ്ട എന്നാലും രാവിലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് പോയില്ലേ? ശ്രീകാന്ത് ഇതൊക്കെ മറന്നുപോയെന്ന് തോന്നാം, സ്വന്തം അമ്മയുടെ പിറന്നാള്. ശ്രീകാന്ത് പറഞ്ഞു, പിന്നെ ഞാൻ അതൊന്നും ഓർത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, നമുക്ക് എന്തായാലും ഇത് ആഘോഷിക്കണം, അടിച്ചു പൊളിച്ച് ആഘോഷിക്കണമെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി പായസമൊക്കെ ഉണ്ടാക്കാം, ഉച്ചയ്ക്ക് സദ്യ ഇരിക്കാന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, ശരി. ശ്രീകാന്ത് പറഞ്ഞു, ഞാനും ഏടത്തിയുടെ കൂടെ കൂടാം, നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കാന്ന് പറഞ്ഞു. ചന്ദ്രമതിക്ക് ശരിക്കും സന്തോഷം തോന്നി. കാരണം ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്ന രേവതിയെ സച്ചയാണ്. പക്ഷെ അവരാണ് ഇപ്പൊ തന്റെ പിറന്നാളൊക്കെ ഓർത്ത് വെച്ച് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ രേവതി അടുക്കളയിലേക്ക് കയറി സദ്യവട്ടങ്ങൾക്കൊക്കെ ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ ഫോണിലേക്ക് ശ്രുതിയുടെ കോള് വരുന്നേ. ശ്രുതിക്ക് എന്ത് ചെയ്യണം നടത്തില്ല, കോൾ എടുക്കണോ വെക്കണോ? ആനന്ദ് പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. ഒരു പക്ഷേങ്കില് അവളിനി വേറെ ആരെങ്കിലും തേടി പോവാ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ട് മനസ്സിലുണ്ടാകുന്നുണ്ട്. ഒടുവിൽ രണ്ടും കളിപ്പിച്ച് ശ്രുതി കോൾ എടുക്കുമ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നേ. എന്ത് ചെയ്യണം, സംസാരിക്കണോ വേണ്ടെന്ന് ഒരു നിമിഷം ആലോചിച്ചു. എന്താടാ നീ എന്താ ഇവിടെ ഒന്ന് മാറി നിൽക്കുന്നേ? ആരുടെ ഫോണിൽ ചോദിച്ചു. ഒന്നുമില്ലമ്മ, അത് ഒരു കസ്റ്റമർ വിളിച്ചാന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിയോട് ചോദിച്ചു, നീ എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. അത് പിന്നെ ശ്രുതി, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ശ്രുതി എന്നെ കൈയൊഴിയരുത്, എനിക്ക് ശ്രുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ശ്രുതിനെ അത്യാവശ്യമായിട്ട് കാണണം, ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഇനി ഇതും പറഞ്ഞുകൊണ്ട് നീ എൻ്റെ ഫോണിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞാൽ അത് മതി അമ്മ. അതെ തൽക്കാലത്തേക്ക് ആൻറ്റി അറിയണ്ട, ശ്രുതി എന്നെ ഒന്ന് കാണാൻ വരുമോ? എനിക്ക് ശ്രുതിയെ ഒന്ന് കാണണം, അത്യാവശ്യമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു. ശ്രുതി ആകെപ്പാടപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാണാൻ പോയെന്ന് അങ്ങനെ അമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും ശ്രുതിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ശ്രുതിയെ കാണാനൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പിറന്നാളാഘോഷമൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ. അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.